സുനി ആദ്യം പറഞ്ഞിരിക്കുന്നത് തൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, തനിക്ക് അതുകൊണ്ട് ശിക്ഷ ഇളവ് വേണം, അമ്മയ്ക്ക് താൻ മാത്രമാണുള്ളത്, അമ്മയെ നോക്കാൻ പ്രായമായ അമ്മ മാത്രമാണ് വീട്ടിലുള്ളത് എന്നാണ് സുനി പറഞ്ഞതെങ്കിൽ മാർട്ടിൻ പറയുന്നത് താൻ നിരപരാധിയാണ്, ഒരു തെറ്റും താൻ ചെയ്തിട്ടില്ല, ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് 5.5 വർഷം താൻ ജയിലിൽ കടന്നതെന്നാണ് മാർട്ടിൻ പറഞ്ഞത്. അങ്ങനെ ഓരോരോ പ്രതികൾക്ക് പറയാനുള്ളത് അവരവരുടെ കോടതിയിൽ പറയുകയാണ്. ഒരു പെറ്റി കേസ് പോലും തൻ്റെ പേരിൽ, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, തങ്ങളുടെ ക്രിമിനൽ പശ്ചാത്തലം അല്ലെങ്കിൽ തങ്ങളുടെ ജീവിത സാഹചര്യമൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ കോടതിയിൽ പറയുന്നതെന്നാണ് കോടതിയിൽ അവർ പറയുക എന്നാണ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതിൽ തങ്ങളുടെ ജീവിത സാഹചര്യവും ക്രിമിനൽ പശ്ചാത്തലവും ഒക്കെ തന്നെയാണ് അവർ പറയുന്നത്. മാർട്ടിൻ പറയുന്നത് തൻ്റെ പേരിൽ ഒരു ക്രിമിനൽ കേസ് പോലും ഇല്ല, ഒരു പെറ്റി കേസ് പോലും തൻ്റെ പേരിൽ ഇല്ല എന്നാണ് മാർട്ടിൻ ആൻ്റണി കോടതിയിൽ പറയുന്നത്. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് താൻ 5 വർഷമായി അല്ലെങ്കിൽ 5.5 വർഷം താൻ കടന്നത്. ഒപ്പം തന്നെ മാർട്ടിൻ പറയുന്ന മറ്റൊരു കാര്യം, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള മാതാപിതാക്കളാണ് തൻ്റെ വീട്ടിലുള്ളത്, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള മാതാപിതാക്കളാണ് തൻ്റെ വീട്ടിലുള്ളത്, അതുകൊണ്ട് തനിക്ക് ശിക്ഷയിൽ ഇളവ് വേണമെന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പ്രതികൾ പറയുന്നത്. നിലവിൽ 2 പ്രതികൾ ഡയസിൽ കയറി തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രതികളായി തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയും. ഇന്ന് ലിസ്റ്റ് ചെയ്ത കേസുകളൊക്കെ പരിഗണിച്ച ശേഷമാണ് ഇപ്പോൾ ഈ കേസിന്മേൽ ശിക്ഷാവിധിന്മേലുള്ള വാദം തുടങ്ങിയിട്ടുള്ളത്. അതിൽ 2 പ്രതികൾ ഇപ്പോൾ തങ്ങൾക്ക് പറയാനുള്ളത് കോടതിക്ക് മുമ്പായി പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ പൾസർ സുനി പറഞ്ഞിരിക്കുന്നത് തൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, പ്രായമായ അമ്മ മാത്രമേ തൻ്റെ വീട്ടിലുള്ളൂ, അതുകൊണ്ട് അമ്മയെ നോക്കാൻ താൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തനിക്ക് ശിക്ഷയിൽ ഒരു ഇളവ് വേണമെന്നാണ് മാർട്ടിൻ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ പൾസർ സുനി പറഞ്ഞിരിക്കുന്നത്